ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു യോഗം തന്നെയാണ്. അതും ഒരു പെങ്കൊച്ചിനെ. എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയത് എൻ്റെ 20-ാം വയസ്സിലാണ്. അതും നാട്ടിൽ തന്നെയുള്ള ഒരു കൊഴുത്ത സുന്ദരിയായൊരു പെണ്ണിനെ. ടൂ വീലർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുതലാക്കാനും പിന്നെ അവളെ നിന്ന് വളച്ചെടുക്കാനും കഴിഞ്ഞു. അതൊക്കെ ഞാൻ വിശദമായി ഈ കഥയിലൂടെ നിങ്ങളോട് പറയുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം കേട്ടോ. എങ്കിലേ കൂടുതൽ കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണേ. എൻ്റെ പേര് അജിൻ എന്നാണ്. കോട്ടയം ജില്ലയിലാണ് വീട്. അച്ഛനും അമ്മയും പിന്നെ ഒരു അനിയനുമാണ് എനിക്കുള്ളത്. ഒരാൺകുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചു തന്നെ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ മാറൊന്ന് നേരിട്ട് കാണണം, നേരിട്ട് ഒന്ന് അറിയണമെന്നുമല്ലാത്ത ആഗ്രഹം എനിക്ക് കുറച്ച് വർഷങ്ങളായുണ്ട്. എൻ്റെ കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണ് പോലും ലൈനായിട്ട് സെറ്റായതുമില്ല. അതുകൊണ്ട് തന്നെ അതിപ്പോഴും ഒരു ആഗ്രഹമായി തന്നെ കിടക്കുകയാണ്. ഞാനിപ്പോൾ PG പഠിക്കുകയാണ്. നിങ്ങളോടത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ദിവസമാണ് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയായ കൃഷ്ണേന്ദു എൻ്റെ വീട്ടിൽ വരുന്നത്. എന്താണ് പതിവില്ലാതെ നമ്മളെയൊക്കെ കാണാൻ ഈ വഴിക്കെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ചേട്ടനെ കണ്ടൊരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ വന്നതാണെന്ന് എന്നോട് പറഞ്ഞു. ഞാനതിന് ഡോക്ടറൊന്നും വല്ലടി പോളെ, നിനക്ക് ആൾ മാറിപ്പോയി എന്ന് ഞാനും. ഒരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്നാലേ 18 വയസ്സായി. അച്ഛനൊരു സ്കൂട്ടർ വാങ്ങി തന്നു. പക്ഷെ പഠിപ്പിക്കാൻ എനിക്ക് ആരുമില്ല. വീട്ടിൽ അമ്മയാണ് പറഞ്ഞത് ചേട്ടനോട് ചോദിക്കാൻ. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലോട്ടറി അടിച്ചതുപോലെയായി. കാരണം ഒരു പെണ്ണിനെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാൻ യോഗം കിട്ടിയാൽ ഉറപ്പായും ചെറുതായി മുതലാക്കാൻ പറ്റും. കിട്ടിയ അവസരം ഞാൻ എന്തിനു വെറുതെ കളയണം? അതിനിപ്പോൾ എന്താ, പഠിപ്പിക്കാമല്ലോ. പക്ഷേ ഞാൻ ഫ്രീ ആയുള്ള സമയം നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ ജാടയിട്ട് ഞാനങ്ങ് പറഞ്ഞു. അത് കുഴപ്പമില്ല, ചേട്ടൻ ഫ്രീ ആവുന്ന സമയം നോക്കി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ എനിക്ക് ഫോൺ നമ്പറും തന്നിട്ട് പോയി. ഞാനിപ്പോൾ വേണമെങ്കിൽ ഫ്രീ ഒക്കെയാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അത് വേണ്ട എന്ന് ഞാൻ മനസ്സിലോർത്തു. അവളെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വെളുത്ത സുന്ദരിയാണ്. ഒരു പ്രത്യേക ചിരിയാണ് കാണാൻ. വലിയ പെണ്ണായെങ്കിൽ പോലും അവളിപ്പോഴും ചെറിയ പിള്ളേരെ പോലെ കുട്ടി ഉടുപ്പ് കേട്ടാണ് നടക്കുന്നത്. ഇപ്പതേ ഈ എന്നെ കാണാൻ വന്നപ്പോൾ പോലും മുത്തിൻ്റെ അത്രയും മാത്രം മുഴക്കമുള്ളൊരു കുട്ടി പാവാടയും വിട്ട വന്നത്. അവളുടെ വെളുത്ത കാലുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇടയ്ക്ക് കൈപൊക്കി മനത്തിലെ ഇല എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയിൽ അടച്ചപ്പോൾ ടീഷർട്ട് പൊങ്ങി അവളുടെ വെളുത്ത വയറും പൊക്കിളും ഞാൻ കണ്ടു. എന്ത് ഭംഗിയാണെന്നോ കാണാൻ. ഇവളെ എനിക്കെന്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നുപോലെ ഞാൻ മനസ്സിനോർത്തു. പയ്യെ തിന്നാൽ ഒരുപക്ഷേ അനയും തിന്നാനുള്ള അവസരം എനിക്കൊത്ത് കിട്ടും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നിട്ട് അവളെ വിളിച്ചു. ഇപ്പം ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ ഇങ്ങോട്ട് വരാമോ? എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് വണ്ടി എടുക്കാൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഞാൻ നേരെ അവളുടെ വീട്ടിൽ പോയി അമ്മയോട് സംസാരിച്ചു. പെണ്ണ് കുറച്ച് വഷളാണ്, നീ നോക്കിയും കണ്ട് നിൽക്കണം കേട്ടോടാ മോനെ എന്ന് എന്നോടൊരു തമാശ പോലെ അവളുടെ അമ്മ പറഞ്ഞു. ഈ പ്രായത്തിൽ ഈ പെണ്ണ് വഷളായതെങ്കിൽ പിന്നെ എപ്പോൾ വഷളാന അമ്മേ എന്ന് ഞാൻ മനസ്സിലോർത്തു. പക്ഷേ അറിയാൻ പോയില്ല കേട്ടോ. അങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയിട്ട് പുറകിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലം ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. അതിലെന്തായാലും വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ളൊരു പോക്കറ്റ് റോഡിലേക്ക് ഞങ്ങൾ പോയി. എനിക്കെന്തോ അവൾ ഇത്രയും അടുത്ത് ഇടപഴകുന്നത് കൊണ്ട് വല്ലാത്തൊരു ക്രഷ് പോലും തോന്നിപ്പോയി. അത്രയും സുന്ദരിയായൊരു പെണ്ണാണ് അവൾ. വന്നപ്പോഴും അതേ കുട്ടിപ്പാവാട തന്നെയാണ് അവൾ ഇട്ടിരുന്നത്. അവളുടെ ടീഷർട്ടിന് കട്ടിക്കുറവായതുകൊണ്ട് അകത്തിട്ടിരിക്കുന്ന റോസ് നിറമുള്ള ബ്ര അത്യാവശ്യം തെളിഞ്ഞ് ഒരു തടിപ്പും കൂടാതെ 2 മാനകളുടെ ഇടയിലുള്ള ആ വെളുത്ത കുഴിയും ചെറുതായി എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത്രയും കണ്ടപ്പോൾ തന്നെ എൻ്റെ പിടി ചെറുതായി വിട്ടു തുടങ്ങി. എടി പെണ്ണെ, നിനക്ക് സൈക്കിൾ ബാലൻസ് എങ്കിലും ഉണ്ടായിട്ടാണോ ഈ സ്കൂട്ടർ പിടിക്കാനായി വന്നേക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. സൈക്കിളൊക്കെ എനിക്ക് ഓടിക്കാൻ കുറച്ചൊക്കെ അറിയാം, അതുകൊണ്ട് ചേട്ടൻ നിന്നെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്നവൾ എന്നോട് പറയും. ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവൻ തന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. നിൻ്റെ കയ്യിലൊക്കെ പിടിക്കേണ്ടി വരും. നിനക്കതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ തുറന്നു തന്നെ ഞാൻ കാര്യം ചോദിച്ചു. അതിനിപ്പോൾ എന്നാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ തെക്കും ചേട്ടൻ വണക്കം നോക്കിയിരുന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി കയറും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച് പഠിപ്പിച്ച് തന്നെ ഓടിച്ചാൽ മതി.
നന്നായി പിടിച്ചു തന്നെ. നിന്നെ ഞാൻ ഓടിപ്പിക്കും മോളെ എന്ന് ഞാൻ മനസ്സിലോർത്തുകൊണ്ട് ആമെന്ന് തലയാട്ടി. അതിനുശേഷം അവളോട് കൂടുതൽ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാനും പുറകെ കയറിയിരുന്നു. സ്റ്റാൻഡ് മാറ്റി സ്കൂട്ടർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കൺട്രോളൊക്കെ എങ്ങനെയാണ് എല്ലാം ഇഷ്ടമായി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവളോട് സീറ്റിൽ കുറച്ച് മുന്നോട്ട് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവളുടെ ബാക്കിനോട് ചേർന്ന് ഞാൻ മുട്ടിയിരുന്നു. അവളുടെ കുട്ടിപ്പാവാടയുടെ സൈഡിൽ ഷണ്ടിയുടെ ഇലാസ്റ്റിക്കിന് തടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 2 കൈയുടെയും സൈഡിൽ കൂടി ഹാൻഡിൽ പിടിച്ചവളെ പതിയെ പതിയെ ഉടുപ്പിച്ചു. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ബാലൻസ് അവൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പേടിയില്ലാതെ അവൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. എളുപ്പത്തിൽ പെണ്ണ് പഠിച്ച എനിക്ക് എങ്ങനെയുള്ള നടക്കാൻ പറ്റുമെന്നായി എൻ്റെ മനസ്സിൽ. അപ്പോഴാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ ആക്സിലേറ്റർ പിടിച്ചൊരു തിരി അങ്ങ് തിരിച്ചത്. വേഗം തന്നെ ബ്രേക്ക് പിടിച്ചെന്നാത്തി. പെട്ടെന്നുള്ള ബ്രേക്ക് കൊടുത്തുമായതുകൊണ്ട് ഞാൻ നേരെ അവളുടെ ദേഹത്തോട്ട് ഇടിച്ച് മുന്നോട്ട് പോയി ഇടിച്ചു. എൻ്റെ കൈകളിലേക്കുള്ള 2 പാലുകളും വന്നവഞ്ഞു. എനിക്കിപ്പോൾ പലതും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു വേണ്ടേ, ഇങ്ങനെ നീ വണ്ടി ഓടിച്ചാൽ നിൻ്റെ പലതും അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ഉടഞ്ഞു പോകും കേട്ടോ എന്ന് ഞാൻ അവൾ പറഞ്ഞു. ചേട്ടൻ്റെ കൈ പ്രൊട്ടക്ഷൻ തന്നതുകൊണ്ട് ഈ തവണ എന്തായാലും ഉടനെയുണ്ടായെന്ന് അവൾ എന്നോടും പറഞ്ഞു. ഞാനെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് പ്രൊട്ടക്ഷൻ തരാം എന്ന് തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അങ്ങനെ പെമ്പിള്ളേർക്ക് പ്രൊട്ടക്ഷൻ വേണ്ട എന്നവൾ. അങ്ങനെ സ്കൂട്ടർ വീണ്ടും ഞങ്ങൾ ഓടിച്ചു തുടങ്ങി. ഇതിൻ്റെ തുടർഭാഗം താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.